എടാ എന്തുവാടാ ഈ ചമയവിളക്ക്? അത് മറ്റേ നമ്മളെ പുരുഷന്മാര് സ്ത്രീവേഷം കെട്ടി വിളക്കെടുക്കുന്ന ചടങ്ങ്. ഓ ഓ ഓ, ഇവിടെ അടുത്ത് തന്നെയാണോ അത്? ആ, ഇവിടെ കുറച്ചെടുത്ത് നമ്മളെ കൊറ്റംകുളങ്ങര അമ്പലത്തിൽ. അപ്പം നമുക്കൊന്ന് അങ്ങോട്ട് പോകണ്ടേ? പോവാം, ബാ. അങ്ങനെ ഞങ്ങളിപ്പോൾ ഉള്ളത് ചവറ മേജർ ശ്രീ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിലാണ്. ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടുത്തെ തിരക്ക് എത്രത്തോളാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞങ്ങൾ സ്കൂട്ടറിലാണ് വന്ന, വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ തന്നെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയായിരുന്നു. അവിടുന്ന് കുറച്ച് നടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് എത്താൻ പറ്റുള്ളൂ. ഈ ഇരുട്ടിൽ സ്ത്രീകൾ ഏതാണ് പുരുഷന്മാരേതാണെന്ന് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. കാരണം പുരുഷന്മാർ ഈ സ്ത്രീകളുടെ വേഷം കെട്ടുന്നത് കൊണ്ട് നമുക്ക് ശരിക്കും ഫസ്റ്റ് ടൈം വരുന്നവർക്കെല്ലാം ഒരു കൺഫ്യൂഷൻ എന്തായാലും ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചമയവിളക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. കിച്ചുവെല്ലാം മുൻപ് ഒരുപാട് തവണ ഇത് വന്ന് കണ്ടതുകൊണ്ടും അവൻ ഈ നാട്ടുകാരനായതുകൊണ്ടും അവർക്കിതൊന്നും വലിയ പുത്തരി ആയിരിക്കില്ല. പക്ഷെ സത്യം പറയാലോ, എൻ്റെ കണ്ണടിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ അങ്ങോട്ട് വടക്കോട്ട് സൈഡൊന്നും ഇങ്ങനെയുള്ള ഒരു ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഉള്ളതായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. അതും എല്ലാവരോടും ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ ഒരു വഴിപാട് ഇവിടെ നടത്താൻ കാരണം എന്താണ്? അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത് അവർക്ക് പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ തന്നെ നടന്നിട്ടുണ്ട്. അതിന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ആൾക്കാർ ഇങ്ങനത്തെ ചടങ്ങ് ചെയ്യുന്നത് എന്നല്ലാണ് പൊതുവെയുള്ളൊരു അഭിപ്രായമായിട്ട് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. ഇത്രയും അപൂർവമായ ഒരു ആചാരമുള്ളൊരു ക്ഷേത്രം ഇത് മാത്രമേ കേരളത്തിൽ ഉണ്ടാവുള്ളൂ എന്ന് നമുക്കെല്ലാം ഉറപ്പിക്കാൻ പറ്റും. ഈ ഒരു ക്ഷേത്രത്തിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഇങ്ങനൊരു ആചാരം ഈ ക്ഷേത്രത്തിൽ വരാനും പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പണ്ട് കാലത്ത് ഒരു വനപ്രദേശമായിരുന്നു. അപ്പോൾ പണ്ട് കന്നുകാലികളെയും പശുക്കളെയും മറ്റും ഈ ഒരു പരിസരത്ത് കൊണ്ടുവന്നിട്ടാണ് തീറ്റ കൊടുക്കാറുള്ളത്. അപ്പം ആ പശുക്കളെ കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്നവർക്ക് ഒരു തേങ്ങ കിട്ടി. ആ തേങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു കല്ലിൽ കുത്തിയതും അതിന്ന് രക്തപ്രവാഹം ഉണ്ടായി. പെട്ടെന്ന് ഈ ഒരു രക്തപ്രവാഹം കണ്ടപ്പോഴേക്കും അവിടെയുള്ള ആളുകളെല്ലാം തന്നെ വല്ലാതെ ഞെട്ടിപ്പോയി. അവർ വല്ലാണ്ട് പേടിച്ചുപോയി. അപ്പം തന്നെ പ്രദേശത്തുള്ള ആളുകളെല്ലാം വിളിച്ചുകൂട്ടി, അവിടുത്തെ മുതിർന്ന ആളുകളെല്ലാം വിളിച്ചുകൂട്ടി അവർ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഈ കല്ലിൽ ഒരു വനദുർഗാ സങ്കല്പം കുടികൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലായി. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു ക്ഷേത്രം പണിയുകയും അവിടെ പൂജയും കാര്യങ്ങളും ചെയ്യണമെന്നായിരുന്നു ആ ഒരു ജ്യോതിഷം പറഞ്ഞത്. പണ്ട് ഈ പ്രദേശത്തൊക്കെയുള്ള കുടുംബക്ഷേത്രങ്ങളിൽ ചെറിയ പെൺകുട്ടികളായിരുന്നു വിളക്ക് കത്തിക്കലും അതുപോലെ തന്നെ മാലയെല്ലാം കെട്ടിക്കൊടുക്കലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇവർ പെട്ടെന്ന് തന്നെ ഈ ഒരു ശ്രീകോവിലൊക്കെ പണിതു, കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അവിടെ വിളക്ക് കത്തിക്കാനോ ഒന്നും ബാലികമാർ അവർക്ക് കിട്ടിയില്ല. അങ്ങനെ ആ സമയത്തുള്ള ചെറിയ കുട്ടികൾ, ആൺകുട്ടികൾ എന്തായി പെൺകുട്ടികളുടെ വേഷം ധരിച്ചിട്ട് ഭഗവതിക്ക് വിളക്ക് കത്തിക്കാനും മാലയൊക്കെ കെട്ടിയിട്ട് കൊടുക്കാനൊക്കെ തുടങ്ങി. അങ്ങനെയാണ് ഈ ഒരു ആചാരം വർഷത്തിൽ ഇവിടെ ഈ ഒരു ചമയവിളക്ക് എന്നൊരു ആചാരമായിട്ട് മാറിയത് എന്നാണ് ഐതിഹ്യം പറയുന്നത്. ചമയവിളക്കിൻ്റെ ഒരു നിയമം എന്താണെന്ന് വെച്ചാൽ, പുരുഷാംഗനമാരാണ് ഈ ചമയവിളക്ക് ശരിക്കും എടുക്കേണ്ടത്. അതായത് പുരുഷന്മാരാണ് ഈ ചമയവിളക്ക് എടുക്കേണ്ടത്. പക്ഷേ ഈ ഒരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കെ പൊതുവെ ട്രാൻസ്ജെൻഡേഴ്സും ഈ ഒരു ചമയവിളക്ക് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം നമുക്കിവിടെ പുരുഷാംഗനമാരെ മാത്രമല്ല, അണിഞ്ഞൊരുങ്ങി വന്ന ട്രാൻസ്ജെൻഡേഴ്സിനെയും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് നമ്മുടെ ഈ ഒരു ഭൂമിയിൽ ഈ ഒരു ദിവസം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. കേരളത്തിൽ വേറെ എവിടെയും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ തന്നെയാണോ അതോ നമ്മുടെ ഈ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഈ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിൽ വന്നിട്ട് കണ്ട ഈ ഒരു ചമയവിളക്ക്.
16 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഉത്സവത്തിൽ മീനം 10ഉം 11ഉമാണ് ചമയവിളക്ക് ആഘോഷിക്കുന്നത്. എല്ലാവരും ഈ 2 ദിവസവും ചമയവിളക്ക് എടുക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ശരിക്കും വ്രതശുദ്ധിയോടുകൂടി 7 ദിവസമോ ഒരു മാസത്തോളം വ്രതം എടുത്തവർ ഈ ചമയവിളക്ക് എടുക്കുന്നുണ്ട്. അപ്പം അവരുടെ പ്രാർത്ഥനകളൊക്കെ തന്നെയും അത്രയും അവർക്ക് സാധിച്ചത് കൊണ്ടാണ് അവർ എല്ലാ വർഷവും വന്നെടുക്കുന്നത്. 10 വർഷം മുതൽ 12 അങ്ങനെ കൂടുതൽ വർഷങ്ങൾ എടുത്തവരെയൊക്കെ ഞങ്ങളിവിടെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അവർ പറയുമ്പോൾ തന്നെ ആ ഒരു വിശ്വാസം, അവർക്ക് ഈ ഭഗവതിയോടുള്ള വിശ്വാസം അവരുടെ വാക്കുകളിലൂടെ ഞങ്ങൾക്ക് വല്ലാതെ ഫീൽ ആവുന്നുണ്ട്. ഇതിലേറ്റവും ഭംഗി എന്താണെന്നറിയോ? കൊച്ചു കുട്ടികൾ ഈ ഒരു സ്ത്രീവേഷം ധരിച്ചിട്ട് വരുന്നത് കാണുമ്പോൾ അതിനെന്തൊരു ഭംഗിയാണെന്നാണ് പറയേണ്ടത്. ഭഗവതിയൊക്കെ ആ ഒരു കൊച്ചു കുട്ടികളിൽ വന്നിരിക്കുന്നത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഒരുപാട് പേര് വീഡിയോ എടുക്കുന്നുണ്ട്, ഒരുപാട് പേര് ഇവരുടെ കൂടെ സെൽഫീസ് എടുക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പം നമ്മൾ വിചാരിക്കുക എന്താ ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോവും. പക്ഷെ അതൊക്കെ ഒരു ആചാരവും അനുഷ്ഠാനങ്ങളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ആചാരങ്ങൾ അനുകൂലിക്കുന്നവരും ഉണ്ട്, എതിർക്കുന്നവരും ഉണ്ട്. പക്ഷേ എന്ത് തന്നെയാണേലും അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസവും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ അതിലൊന്നും ഇടപെടുന്നില്ല. ഇങ്ങനൊരു ചടങ്ങ് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. അപ്പം ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയതിലും ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയതും ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പം ഇതുപോലെയുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. അതുകൊണ്ട് ഞങ്ങളുടെ ചാനൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒരു മടിയും കൂടാതെ കമൻറ്റ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം.